ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, ഇന്ന് ഞങ്ങൾ കപ്പയും അതുപോലെ തന്നെ ബീഫും ഒരു ഗുഡ് കോംബോയാണ് ഞങ്ങളിന്ന് വെക്കാൻ പോകുന്നത്. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കപ്പയൊക്കെ ക്ലീൻ ചെയ്ത്, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കപ്പയാണ്, അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് വെച്ച് നമ്മളിതുപോലെ തന്നെ നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മമ്മ ഇങ്ങനെ കുത്തി കുത്തി ഉടയ്ക്കുന്നുണ്ടായിരുന്നേ കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബീഫ് എടുക്കാം. ബീഫ് ഞങ്ങൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റും അതുപോലെ തക്കാളി ജീരകമൊക്കെ ഇട്ടുള്ള പേസ്റ്റില്ല ആ പേസ്റ്റും പിന്നെ തക്കാളിയും ഇടയ്ക്ക് ലിവറൊക്കെ ഉണ്ട് കണ്ടോ. ലിവറും ബീഫും നല്ല ബീഫാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഇതുപോലെയുള്ള സവോള, അതായത് ഒനിയൻ, ടൊമാറ്റോ, അതുപോലെ നമ്മുടെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനുശേഷം നമ്മുടെ കുറച്ച് കറിവേപ്പിലയും, ഇതൊക്കെ കൂടി ഇതുമാതിരി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ഇതുപോലെയുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് അല്ല, കുറച്ച് പൊടികൾ, മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അതിനുശേഷം അമ്മ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളതെന്ന് ഉണ്ടോ, മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തണ്ടേ കണ്ടോ. അതിനകത്തോട്ട് പിന്നെ വേറെ കുറച്ച് സ്പൈസസ് ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ പട്ട, ഗ്രാമ്പു, അതുപോലെയുള്ള ഏലക്കായല്ല സോറി, നമ്മുടെ ഉലുവ, ഇതൊക്കെ ചേർത്തിട്ടുണ്ട് മമ്മ കണ്ടോ. പിന്നെ നല്ലപോലെ ഇത് കണ്ടോ മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ അതിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം തണ്ടേ കുക്കറിനകത്തോട്ടൊക്കെ ഇട്ട് വെച്ച് കുക്കർ തുറക്കുമ്പോഴുള്ള സീനാണിത്. ആഹാ, കാണുമ്പോൾ തന്നെ എന്താ രസം. അതിനിടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ കണ്ടോ. അതൊന്ന് ഇതുപോലെ ഉരുളിയിലിട്ടിട്ടായിരുന്നു പിന്നെ ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വിഷിൽ. ഇനി നമുക്ക് കഴിക്കാതാണ്ടേ പുഴുങ്ങിയ കപ്പയാണ് അമ്മ ആദ്യം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് കണ്ടോ. നല്ല പുഴുങ്ങിയ കപ്പയും അതിൽ നല്ല ബീഫും. ആഹാ, കണ്ടേ നോക്കിയാൽ ആ കറിയുടെ കളറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവില്ലേ. അങ്ങനെയായിരുന്നു, നല്ല ടേസ്റ്റ്, അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ട് ഷെയർ ഒക്കെ ചെയ്യണം. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.